പ്രളയക്കെടുതിയിൽ വലഞ്ഞ ആസാം. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പ്രളയത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 68ആയി ഉയർന്നു. സംസ്ഥാനത്തെ 5 ജില്ലകളിലായി 5.24 ലക്ഷത്തിലധികം ആളുകളെയാണ് പ്രളയം നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. ചരായിദിയോ ജില്ലയിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 പേർ കൂടി മുങ്ങിമരിച്ചത്. ചരായിദിയോ, ശിവസാഗർ, ജോർഹാട്ട്, ഗോലാഘട്ട്, നാഗോൺ എന്നീ ജില്ലകളിലാണ് പ്രളയം കടുത്ത നാശം വിതച്ചിരിക്കുന്നത്. ഇതിൽ ചരായിദിയോ ജില്ലയിലാണ് സ്ഥിതി ഏറ്റവും ഗുരുതരം. ഇവിടെ മാത്രം 1.9 ലക്ഷത്തോളം ആളുകൾ പ്രളയക്കെടുതിയിലാണ്. ദുരിതബാധിത പ്രദേശങ്ങളിലായി 354 ദുരിതാശ്വാസ ക്യാമ്പുകളും വിതരണ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. 37,000-ലധികം ആളുകൾ നിലവിൽ ഈ ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. കരസേന, NDRF, SDRF, ഫയർഫോഴ്സ്, അസം പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട്. 763ഓളം ഗ്രാമങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ വെള്ളത്തിനടിയിലാണ്. 48,000 ഹെക്ടറിലധികം കൃഷിഭൂമി വെള്ളത്തിലാവുകയും വ്യാപക കൃഷിനാശം സംഭവിക്കുകയും ചെയ്തു. നുമാലിഗഡിലെ ധൻസിരി നദിയിലെ ജലനിരപ്പ് ഇപ്പോഴും അപകടരേഖയ്ക്ക് മുകളിലാണ്. ബ്രഹ്മപുത്ര നദിയുടെ സ്ഥാനവും മലനിരകളിൽ നിന്നുള്ള ശക്തമായ മഴയും ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പും എക്കൽ അടിയുന്നതുമാണ് ആസാമിനെ തുടർച്ചയായി പ്രളയത്തിലേക്ക് തള്ളിവിടുന്നത്. പ്രളയ സാഹചര്യം വിലയിരുത്തി വരുന്നതായും ദുരിതബാധിതർക്കാവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും കേന്ദ്ര സർക്കാരും അറിയിച്ചു.